അവിടെ സ്റ്റേഷനിൽ പോയിരിക്കാം. ഒരു മിനിറ്റ്, പോലീസ് വരുന്നുണ്ട്. ഓഫ് ചെയ്യണോ വണ്ടി? കണ്ടോ RPM ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുക. ആൾക്കാരൊക്കെ നോക്കിച്ചിരിക്കുകയാണ്. താങ്ക്സ് ബ്രോ. നമ്മള് ട്രിവാൻഡ്രം ഉള്ളില് മോളിന്റെ ഉള്ളില് വണ്ടി കയറ്റിയിട്ടിരുന്നു നമ്മള്. ഒരു പരിധിക്കല്ലടാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നാണ് നമ്മുടെ സിവിക്കിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ലീക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. AC ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മഴയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ്. ജസ്റ്റ് ഒരു ഡ്രൈവ് പോലെ ഇറങ്ങുകയാണ്. ചിലർ പരിപാടികളുണ്ട്. AC മോട്ടർ കിട്ടുമെന്ന് നോക്കണം. അതിന് മുന്നേ നമുക്ക് വണ്ടിയിൽ ഓയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓയിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഇറങ്ങും. കുഴപ്പമില്ല ഉണ്ട് അതിൽ. എന്നാലും നമുക്ക് കുറച്ചൊന്ന് ഫില്ലാക്കാം. നമുക്ക് കുറച്ചൊന്ന് ഫില്ലാക്കിയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫ്യൂവലാണ് വേണ്ടത്. അന്ന് 1000 നമ്മൾ ഓട്ടുപാറന്ന് അടിച്ചതാണ്. അതിന് ശേഷം 2 പ്രാവശ്യം വടക്കാരി പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ചെറുതുരുത്തി പോയി. അങ്ങനെ കുറച്ച് ഓട്ടം വന്നിട്ടുണ്ട്. ഉണ്ടാവും അതിൽ. പക്ഷെ എന്നാലും ഡൗട്ടായിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്യൂവൽ മസ്റ്റാണ്. മീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. മീറ്ററിൻ്റെ കാര്യം ഞാൻ അങ്ങനെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ്. നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ അത് അഴിച്ചിട്ട് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻസ് ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കാനൊക്കെ പറ്റും. ഫ്യൂവൽ അടിച്ചിട്ട് പോവാം. 1000 പെട്രോള്. ആ, നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ട് ഇറങ്ങി നേരെ പോകുന്നത് മൂസിലെടുത്ത് കേട്ടോ. അവൻ ഓൾറെഡി കുന്നോളത്തുണ്ട്. വെള്ളർക്കാടിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുന്നോളത്ത് അവൻ ഫാനിൻ്റെ മോട്ടർ തപ്പുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അവൻ മേടിച്ചിട്ട് വരും. അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ കാണാം. സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിലുള്ളത് അത് കിട്ടാൻ വേണ്ടി ഒരു 2-3 ദിവസം സമയം പിടിക്കും. അത് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഇന്നെ കിട്ടിച്ചാൽ ഇന്നെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ മാറല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. എന്തായാലും നോക്കട്ടെ. പൊട്ടിക്കണാ അമർത്തി പൊട്ടിക്കണാ? ഒച്ചല്ല അമർത്തി പൊട്ടിക്കുന്നത്. എന്നുണ്ട് ഒന്നര വേണോ? അങ്ങോട്ട് വരണ്ട. കാര്യം പറയാനത്ര നമുക്ക് അവിടെ പോയോക്കാം. ഞാൻ യൂട്യൂബറാണല്ലോ. ഈ കാണാറുണ്ടോ? എന്താ പേര്? പൊട്ടിക്കാൻ വേണോ? പൊട്ടിക്കാൻ പെടുന്ന ആൾക്കാർ പിടിച്ച് പുറത്താക്കുന്നേ. ഒരു വട്ടം ചോട്ടിക്കോ. അവിടെ അപ്പുറത്ത് അതാ അമർത്തണ്ട. പൊട്ടില്ല. അതെന്താ സ്വിച്ച് അമർത്തട്ടെന്ന് ചോദിച്ചപ്പോ? അതല്ല, ഈ സ്വിച്ച് അമർത്തട്ടെന്ന് ചോദിച്ചാ എന്താ ചെയ്യപ്പോ? അത് പൊട്ടണ ആരാ പറഞ്ഞപ്പോ? ആരാ പറഞ്ഞ പൊട്ടണന്ന്? ഏത് യൂട്യൂബിലുണ്ട്? ആ, ബാങ്കർ കിറ്റ് ആണെന്ന് ചോദിച്ചില്ലേ? ബാങ്കർ കിറ്റ് ഇല്ലടാ അതിന്. ഇവിടെ ചവിട്ടിക്ക് പോയി. ഇവിടെ ഇപ്പുറത്ത്. അതില്ല, അത് വേറെ വണ്ടി. ഇത് മറ്റേ സ്വിച്ചാ. 4 ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചാ. അത് വേറെ വണ്ടിയാ. എവിടേക്കാ? ഒരു മിനിറ്റ്, പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്ന് കൂട്ടി കഴിഞ്ഞാല് പോലീസ് വിളിച്ചിട്ട് പോകും നമ്മളെ. ഞാൻ നിൽക്കണ പോലീസ് അവിടെ നിർത്തിയിട്ടേക്കണ. അവിടെ നിർത്തിയിട്ടുണ്ട് പോലീസ്. ഇനി ചവിട്ടി കഴിഞ്ഞാൽ പോലീസ് നമ്മളെ കൊണ്ടുപോകും. അത് എയർ സസ്പെൻഷന്റെ. ഞാൻ വെറുതെ തന്നതാ, പിള്ളേർക്ക് തന്നതാ. ആ, ഒട്ടി. അത് നിൽക്കണ പോലീസാ നിൽക്കണണ്ടാ. ഇപ്പൊ പിടിച്ചോണ്ട് പോയി നമ്മളെ. അന്ന ആദ്യം കൊണ്ടുപോകും. ഇയ്യല്ലേ ചവിട്ടി? അന്ന ആദ്യം കൊണ്ടുപോകും.
പോവാം. അവൻ ചവിട്ടി പൊട്ടിച്ചു പോ. പോലീസ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഞങ്ങളെ. പോട്ടെ. ആ ശരിട്ടാ. ആ ഇനി പൊട്ടിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിൽ പോയിരിക്കാം. നമ്മളിപ്പോ പോണത് നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. ബമ്പറിന്റെ ഫ്രണ്ടില് ചെറിയൊരു ലിപ്പ് ചെയ്താലോ ആ ഒരു പ്ലാനിലൊക്കെ പോവാണ്. നോർമലി ടൈപ്പ് ആറ് കിറ്റില് കാണുന്ന പോലത്തെ അല്ല, വേറെ ഒരു ടൈപ്പ് ചെറിയൊരു ലിപ്പ് വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാ? നിങ്ങളൊക്കെ പേര്? നിവേദ്, ക്രിസ്റ്റി. എന്റെ വീട് വടക്കാഞ്ചേരി. താങ്ക്സ് ബ്രോ. ഇനി കാണട്ടാ, ഈ വീഡിയോ വരുന്നുണ്ട് കേട്ടാ, കണ്ടോ? ഓക്കെ പൊട്ടിക്കണോ? പിള്ളേര് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പറഞ്ഞിട്ട് ഓടി വന്നാണ്. വഴിക്ക് കയറുമ്പോ അവിടുന്ന് ഓടി വന്നാണ് അവർ സ്കൂളിൽ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം. നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്താനായി. നമ്മളവിടെ പോയിട്ട് നോക്കി നോക്കാം. അങ്ങനെ ഇതുപോലെ ഉറുത്തി അടിച്ചു കൊണ്ടുവരണം. നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. വെച്ചോടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മട കാണും. അതാണ് അതിന്റെ നമ്മൾ ചെയ്തെടുത്ത് ആഗ്രഹം നടക്കും. പറ്റാത്തൊരു പണിയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. അപ്പൊ നമ്മള് ഇവിടുന്ന് തിരിച്ചു. ഇവിടെ എത്തിയിട്ട് നമ്മളെ സ്കേർട്ടിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് സംഭവം ചെയ്യാല് അവിടെ ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സമയം ഉണ്ടാവുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത്. എന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പക്കപ്പോ ആവണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. അതാണ് സംഭവം. വേറെ ഒന്നുമില്ല, അവിടെ തിരക്കായതുകൊണ്ടാണ്. അത്ര വണ്ടികൾ അവിടെ എടുക്കുന്നുണ്ട്. അതാണ് സംഭവം. ഒക്കണേലൊരു പരിധിക്കല്ലടാ. വേറൊരു ലിപ്പാണ്, ഒരു വെറൈറ്റി ഒരു ലിപ്പാണ്. പുറത്തൊക്കെ ഉണ്ട് ആ ലിപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നോർമൽ ടൈപ്പ് ആറിന് വരുന്ന ഒരു ലിപ്പും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഇവിടുന്ന് നേരെ കുന്നോളം പിടിച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഫാൻ മോട്ടർ നോക്കി നോക്കാം. ആൾക്കാരൊക്കെ നോക്കിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് പിടിച്ചേ. അവരൊക്കെ അത്ഭുതപ്പെട്ടിട്ട് നോക്കിച്ചിരിക്കുക. അജാതി റോഡാണ് കേട്ടോ ഇവിടെ. അലാക്കിന്റെ കുഴിച്ച ഒരു വിധത്തില് കേറ്റിയില്ല. കാരണം എന്തായാലും തട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു. ഒരു മൂസി ഇറങ്ങി നോക്കിയോണ്ടാണ് കിട്ടിയത്. കാരണം ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിഫ്റ്റ് പോലും ബമ്പർ തട്ടിയിലാണ് സ്വിഫ്റ്റ് മെല്ലെ എടുക്കുന്നത്. ഞങ്ങൾ ഫോൾക്കൻ മോളിൽ വന്നതാണ് നമ്മുടെ പെരുമ്പിലാവ്. പോട്ടെ. ഫോൾക്കൻ മോളിൽ വന്നപ്പോ അങ്ങനെ ഇറങ്ങില്ലടാ, വേറെ പാർക്കിംഗ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫോട്ടോ വേണോ? ഞാൻ ഒന്ന് സൈഡാക്കട്ടെ വണ്ടി. താങ്ക്സ് ബ്രോ. കാണാം കേട്ടോ. ഓക്കെ, ഇന്നലെ എവിടെയെല്ലാം വെച്ച് കാണാം ഇതേപോലെ വരുമ്പോൾ. പോട്ടെ. താങ്ക്സ് ബ്രോ. ശരിട്ടാ. പൊട്ടിക്കണോ? പിള്ളേരോടെ പിക്ചറൊക്കെ എടുത്തിട്ടാ. നൈസ് പിള്ളേര്. പൊട്ടിക്കാൻ പറഞ്ഞ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാല്ലേ. അപ്പൊ ഞങ്ങള് ഫോൾക്കണിക്ക് വന്നതാണ്. ആക്ച്വലി അവിടെ പെരുമ്പിലാവില് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഫോൾക്കൻ മോൾ ഉണ്ടല്ലോ, അങ്ങോട്ട് വന്നതാണ്. വണ്ടി ലോവേർഡ് ആണല്ലോ. അപ്പൊ അവിടുത്തെ പാർക്കിംഗ് താഴത്തെ പാർക്കിംഗ് ഇറങ്ങില്ല വണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ചോദിച്ചു. നോർമലി ഞാൻ ഷോപ്പിലും ഹൈലൈറ്റിലൊക്കെ പോയിട്ട് പാർക്കിംഗിലേക്ക് ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ട് അവരൊരു സ്പേസ് ഉണ്ടാക്കി തരിക. ഓൾറെഡി അതിന്റെ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്, ഒരു വണ്ടി വന്ന് പോവാനുള്ള സ്പേസ് ഉണ്ട്. അവരത് പറ്റില്ല എന്ന് വന്നിട്ട് പറഞ്ഞ് പിന്നെ അവര് പറഞ്ഞ എന്താ പറയാ, പുറത്തിട്ടിട്ട് വരേണ്ടി വരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്യാം. അപ്പൊ ഒരു 10 വണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് പറഞ്ഞു വെച്ചാൽ ഓക്കെ, ഒരു വണ്ടി ഒരു സ്പേസ് അവിടെ ഉണ്ട്,
അവർ വിചാരിച്ച അങ്ങനെ സ്പേസ് ആക്കാനും പറ്റും, ഈസി ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യാനും പറ്റും. ഇല്ലാതെയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷൻ ആയിട്ട്. കാരണം ശോഭ മോളിലും അതുപോലെ മറ്റേ ഹൈലൈറ്റ് മോളിലൊക്കെ പോയിട്ട് നമ്മൾ ട്രിവാൻഡ്രം മോളിന്റെ ഉള്ളില് വണ്ടി കയറ്റിയിട്ടിരുന്നു. നമ്മള് മോളിന്റെ ഉള്ളില് നമ്മളവിടെ അങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ വണ്ടി കയറ്റിയിട്ടേക്കണു. അത്ര ഒന്നും വലിയൊരു സ്പേസിൽ ഒരു വണ്ടി ഒരു സൈഡാക്കിയിട്ട് ഒന്ന് പാർക്ക് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷൻ ആയിട്ട് തോന്നി. കുഴപ്പമില്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവര് പുറത്ത് വണ്ടി ഇട്ടിട്ട് പോരെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പുറത്ത് വണ്ടി ഇടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പോൾ അവിടെ വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരാൾ മാത്രം അതിൽ ഒരു ഭയങ്കര ഒരു ഇതുപോലെ എന്താ പറയുക, ആളെ ഒരു നോട്ടും ആ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ബാഡായിട്ട് തോന്നി. അതാണ് കേട്ടോ ഫോൾക്കൻ മോള്. ഞാൻ കുന്നോളത്ത് പോയിട്ട് പാർട്സ് തപ്പാൻ വേണ്ടി പോയിട്ട് അപ്പൊ കോപ്പിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ആളടുത്ത് പറഞ്ഞത് ഒറിജിനൽ അല്ല, അത് കോപ്പി കണ്ട ആള് സമ്മതിച്ചില്ല, അത് ഒറിജിനൽ തന്നെ. എന്നിട്ട് മറ്റാള് ആളടുത്ത് ചോദിച്ചു ആ സാമ്പിള് മേടിക്കുക, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കൊടുന്നു അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാനൊക്കെ വേറെ സിറ്റുവേഷൻ, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം. കാശ് നമ്മളങ്ങനെ സിബിയേട്ടൻ്റെ വർക്ക്ഷോപ്പിന്റെ അവിടെ ഉള്ളത്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു തുമ്മല്. സിബിയേട്ടൻ്റെ വർക്ക്ഷോപ്പിന്റെ അവിടെ എത്തിയപ്പോ വണ്ടിക്ക് ഒരു തുമ്മല്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ വേണ്ട ഓഫ് ചെയ്യണ വണ്ടി കണ്ട RPM ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുക. ചിലപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകണ്ട, ചെക്ക് ചെയ്ത് നോക്കി. ഒരു ഐഡിയയും കിട്ടുന്നില്ല. കോയിലാണോ അതോ വേറെ എന്തെങ്കിലാണോ അറിയില്ല. കോയിലാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ ചെറിയ സെൻസർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ സിബേട്ടൻ്റെ വീട്ടിൽ കയറ്റിയിട്ടുണ്ട്. സിബേട്ടൻ നാളെ ചെക്ക് ചെയ്തിട്ട് പറയും. ഓക്കെ. അപ്പോൾ അതിൽ കാശ് നമ്മൾ വണ്ടി അവിടെ സിബിയേട്ടൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ യാത്ര ബൈക്കിലാക്കിയിട്ടാ. പുതിയൊരാളുണ്ട്, നമ്മുടെ മൂസിയുടെ അനിയനുണ്ട്. മൂസി വണ്ടി ഓടിക്കുന്നുണ്ട്. റൈറ്റിൽ നിന്ന് നോക്കിയാൽ പെട്ടാണെന്നുണ്ടോ നോക്കണില്ല. ആ വണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ പോയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.